ഹായ്, ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ചപ്പാത്തിക്കായാലും ചോറിനായാലും സൈഡായിട്ട് പോകുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനൊരു വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് നീളത്തിൽ കനം കുറച്ചരിഞ്ഞാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ചിക്കനോ ബീഫ് എന്തെങ്കിലും വയ്ക്കുമ്പോൾ വഴറ്റിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിലും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ സബോളയാണ് എടുത്തത്. വലുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒന്നോ രണ്ടോ അതിനനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ മുട്ടയുടെ എണ്ണത്തിനനുസരിച്ചും സബോളയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഉള്ളിയൊക്കെ സബോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരട്ടെ. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഏകദേശം സവോളയുടെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർക്കേണ്ടതുണ്ട്. ഞാനിതിൽ ചേർക്കുന്നത് നമ്മുടെ ബേസിക് മസാലയുള്ള ആ പൊടികളൊക്കെ തന്നെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികൾ തന്നെയാണ് ഞാനും ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ ആയി പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ആവശ്യമുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതാക്കി അരിഞ്ഞെടുത്താൽ അതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ആ മസാലയിലിട്ട് തന്നെ ഒന്ന് ഇത്തിരി നേരം ഒരു 2 മിനിറ്റൊക്കെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്തിരി ഒന്നൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി വേവാനുള്ള സമയം വേണം. ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പിടണം. അതുപോലെ തന്നെ ഞാനിത്തിരി ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഈ ഉണ്ണി സെപ്പറേറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ പൊട്ടിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ഒരു 5 മിനിറ്റ് മതി. അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് കിട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.